മറ്റൊരു വാർത്തയിലേക്ക്. വർക്കലയിൽ ട്രെയിനിൽ യുവതിയെ ആക്രമിച്ച കേസിലെ പ്രതി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കോട്ടയത്തെ ബാറിൽ വെച്ച് മദ്യപിക്കുന്നതിന്റെ ദൃശ്യമാണ് പുറത്തുവന്നത്. പ്രതിയും സുഹൃത്തുമാണ് ദൃശ്യങ്ങളിലുള്ളത്. മദ്യപിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതി ട്രെയിനിൽ കയറുകയായിരുന്നു. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നതിപ്പോൾ വ്യക്തമാവുകയാണ്. കോട്ടയത്തു നിന്നാണോ അപ്പോൾ ഇയാൾ ട്രെയിനിൽ കയറിയത്? തീർച്ചയായിട്ടും സുജയ, കോട്ടയത്ത് നിന്നാണ് ഇയാൾ ട്രെയിനിൽ കയറുന്നത്. ഇയാളോടൊപ്പം തന്നെ സുഹൃത്ത് ലാലു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. അതിരമ്പുഴയിലും നാഗമ്പടത്തുമുള്ള 2 ബാറുകളിൽ കയറി മദ്യപിച്ച ശേഷമാണ് ഇയാളും സുഹൃത്തും കൂടി കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത്. ഈ മദ്യപിക്കുന്ന സമയം ഏകദേശം 5 മണിക്ക് ശേഷമാണ് ഇവർ ഈ ബാറുകളിലെത്തി മദ്യപിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് പൂർണ്ണമായും അങ്ങേയറ്റം മദ്യലഹരിയിലായിരുന്നു ഇവർ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത്. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി 8 മണിയോടുകൂടിയാണ് ഈ വാതിൽപ്പടിയിൽ ഇരിക്കുകയായിരുന്ന പെൺകുട്ടികൾക്ക് നേരെ ഇയാൾ ആക്രമണം നടത്തുന്നതും. അതായത് മദ്യപിച്ചത് കൂടാതെ ഈ ട്രെയിനിൽ കയറിക്കൊണ്ട് പുക വലിക്കുകയായിരുന്ന പ്രതിയോട് പുക വലിക്കരുതെന്നും അവിടെ നിന്ന് മാറി നിൽക്കണമെന്നും പെൺകുട്ടികൾ ആവശ്യപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് ഇവർ പറയുകയും ചെയ്തു. അതേ തുടർന്ന് പ്രകോപിതനായ പ്രതി ആദ്യം ശ്രീകുട്ടിയെയും പിന്നീട് അർച്ചനയും ആക്രമിക്കുകയായിരുന്നു. അതിൽ ശ്രീകുട്ടി ആദ്യത്തെ ചവിട്ടിൽ തന്നെ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അർച്ചന ഇയാളുടെ കാലിലും വാതിലിലും തൂങ്ങിപ്പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുകയുമായിരുന്നു. ആദ്യം തന്നെ പോലീസിന് വൈദ്യപരിശോധന നടത്തുന്ന സമയം ഇയാൾ പൂർണ്ണമായിട്ടും മദ്യലഹരിയിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതോടുകൂടി ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കൂടി പോലീസിന്റെ പക്കൽ എത്തിയിരിക്കുകയാണ്. 2 ബാറുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ഇതിനോടകം ശേഖരിച്ചു എന്നുള്ളതാണ് വിവരം. മാത്രമല്ല ട്രെയിനിലെ CCTV ദൃശ്യങ്ങളും, അതായത് ഈ സംഭവം നടക്കുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും നിലവിൽ റെയിൽവേ പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അതായത് പ്രതിക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും മൊഴിയും എല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തുടർച്ചയായി 2 ബാറുകളിൽ മദ്യപിച്ച ശേഷമാണ് ഇവർ ട്രെയിനിൽ കയറുന്നത് എന്നുള്ളത് തന്നെ വളരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിട്ട് റെയിൽവേ പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇയാൾ മുൻകാലങ്ങളിലുള്ള ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടി പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 6 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തിരിച്ചറിയൽ പരേഡ് നടത്തിക്കൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക, തെളിവെടുപ്പ് നടത്തുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അന്വേഷണത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിലുള്ളത് സുരേഷ് കുമാറും സുഹൃത്തുമാണ്. കോട്ടയത്തെ ബാറിൽ മദ്യപിച്ചതിന് ശേഷമാണ് ട്രെയിനിൽ ഇയാൾ കയറിയത്. പിന്നീട് വർക്കല അയന്തിയിൽ വെച്ച് പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്നതും വ്യക്തമാവുകയാണ്.